ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ ഭാനദർശനത്തിലെ 7, 8 എന്നീ ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. 7-ാമത്തെ ശ്ലോകം: അഹം ബ്രഹ്മേതി യദ്ഭാനം തത്തുല്യമിതി സംസ്യതേ സാമാന്യമഹമിത്യംശോ ബ്രഹ്മേത്യത്ര വിശിഷ്യതേ. ഒന്നുകൂടി: അഹം ബ്രഹ്മേതി യദ്ഭാനം തത്തുല്യമിതി സംസ്യതേ സാമാന്യമഹമിത്യംശോ ബ്രഹ്മേത്യത്ര വിശിഷ്യതേ. അന്വയം: യദ്ഭാനം അഹം ബ്രഹ്മ ഇതി തത് തുര്യം ഇതി ശംസ്യതേ. അത്ര അഹം ഇതി അംശ സാമാന്യം, അത്ര ബ്രഹ്മം ഇതി അംശ വിശിഷ്യതേ. അർത്ഥം: ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ള ഭാനം തുര്യഭാനം എന്നറിയപ്പെടുന്നു. ഇതിൽ ഞാൻ എന്നുള്ള അംശം സാമാന്യഭാനവും ബ്രഹ്മം എന്നുള്ള ഭാനം വിശേഷഭാനവുമാകുന്നു. ആത്മാവ് മായയുടെ ആവരണങ്ങളിൽ നിന്ന് മുക്തമായി താൻ ദേഹാദികളല്ല, സാക്ഷാൽ പരമാത്മാവായ ബ്രഹ്മമാണ് എന്ന അറിവിലെത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് തുരീയാവസ്ഥ. മായയുടെ ആവരണങ്ങളെ ദേഹത്രയങ്ങൾ എന്ന് 3ആയും പഞ്ചകോശങ്ങൾ എന്ന് 5ആയും അറിയപ്പെടുന്നു. ദേഹത്രയങ്ങളും അതിൽ ആത്മാവിരിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥാത്രയങ്ങളും മുൻ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞുപോയതാണ്. ഇപ്പോൾ പഞ്ചകോശങ്ങളെപ്പറ്റി പറയാം. ആനന്ദമയ കോശം, വിജ്ഞാനമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, അന്നമയ കോശം ഇവയാണ് പഞ്ചകോശങ്ങൾ. ഇവയുടെ പേരിൽ നിന്ന് തന്നെ ഇവ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അന്നമയകോശത്തെപ്പറ്റി മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അത് സ്ഥൂലദേഹം തന്നെയാണ്. പ്രാണമയകോശം എന്നത് പഞ്ചപ്രാണങ്ങളെ അടിസ്ഥാനമാക്കിയും മനോമയകോശം മനസ്സിനെ അടിസ്ഥാനമാക്കിയും വിജ്ഞാനമയകോശം ബുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തിയും ആനന്ദമയകോശം അഹങ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തിയും സങ്കല്പിക്കപ്പെടുന്നതാണ്. സുഷുപ്താവസ്ഥയിൽ സുഖത്തെ തരുന്നതിനാലാണ് അഹങ്കാരത്തെ ആനന്ദമയകോശം എന്ന് വർണ്ണിക്കുന്നത്. ഈ പറയപ്പെട്ടതൊന്നും ഞാനല്ല, ഇവയൊന്നും എൻ്റേതുമല്ല, ഇതെല്ലാം എന്നിലുണ്ടായ സങ്കല്പം മാത്രമാണ് എന്ന അറിവിൽ നിന്നുകൊണ്ട് ഞാൻ സാക്ഷാൽ സച്ചിദാനന്ദമായ ബ്രഹ്മമാണ് എന്ന് സ്വയം കണ്ടറിയുന്നതാണ് തുര്യഭാനം. ആ അവസ്ഥയിലും, അതായത് തുര്യഭാനത്തിലും, ഞാൻ എന്നും ബ്രഹ്മം എന്നും രണ്ടുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ബ്രഹ്മാത്മൈക്യം ഉണ്ടായിട്ടില്ല, അദ്വൈതാനുഭൂതി ആയിട്ടില്ല എന്നോർക്കണം. 8-ാമത്തെ ശ്ലോകം: യത്ര ഭാനം തത്ര ഭാസ്യം ഭാനം യത്ര ന തത്ര ന ഭാസ്യമിത്യന്വേനാഭി വ്യതിരേകേണ ബുദ്ധ്യതേ. ഒന്നുകൂടി: യത്ര ഭാനം തത്ര ഭാസ്യം ഭാനം യത്ര ന തത്ര ന ഭാസ്യമിത്യന്വേനാഭി വ്യതിരേകേണ ബുദ്ധ്യതേ. അന്വയം: യത്ര ഭാനം ഭവതി തത്ര ഭാസ്യം ച ഭവതി, യത്ര ഭാനം ന ഭവതി തത്ര ഭാസ്യം ച ന ഭവതി ഇതി അന്വയേന അഭി വ്യതിരേകേണ അഭി ബോധ്യതേ. അർത്ഥം: കാഴ്ച ഉണ്ടെങ്കിലേ കാണപ്പെടുന്ന വസ്തു ഉണ്ടാവുകയുള്ളൂ, കാഴ്ചയില്ലെങ്കിൽ കാണപ്പെടുന്ന വസ്തുവുമില്ല. ഇങ്ങനെ ഈ കാര്യം അന്വയമായും വ്യതിരേകമായും ബോധ്യപ്പെടുന്നു. അതായത് കാണപ്പെടുന്നതായ സർവ്വതും കാഴ്ചയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്.
കാണാനൊന്നുമില്ലെങ്കിൽ കാണുക എന്ന കർമ്മവും ഉണ്ടാകുന്നില്ല. എനിക്ക് കാണാൻ ഞാനല്ലാത്തതായ എന്തെങ്കിലും ഉണ്ടാകണം. മാത്രവുമല്ല, എന്നാൽ കാണപ്പെടുന്നതൊന്നും ഞാനല്ലതാനും. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.